السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സഹോദരീ സഹോദരന്മാരെ, ഏപ്രിൽ മാസം 19-ാം തീയതി വഷ്കുറൂ നിഅ്മത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവുക എന്ന പ്രമേയമാണ് ജുമുഅ ഖുതുബ മുന്നോട്ട് വയ്ക്കുന്നത്. ആമുഖമായി എന്നെയും നിങ്ങളെയും ജീവിതത്തിൽ തഖ്വയുള്ളവരായിരിക്കുവാനും അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുവാനും ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം തഖ്വയിലൂടെയാണ് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പ്രീതി നാം കരസ്ഥമാക്കുന്നത്. നന്ദി പ്രകടനത്തിലൂടെയാണ് നാം അള്ളാഹുവിൽ നിന്ന് ഔദാര്യങ്ങൾ ധാരാളമായി കൈപ്പറ്റുന്നത്. ഫത്തഖുല്ലാഹ ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ നിങ്ങൾ കൃതജ്ഞതയുള്ളവരായേക്കാം എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. സത്യവിശ്വാസികളെ, നാം നന്ദിയുള്ളവരാവുക, കൃതജ്ഞരായിരിക്കുക എന്നത് മഹത്തരമായ ഈമാനിക മൂല്യമാണ്, ഉന്നതമായ ഒരു മാനവിക ഗുണമാണ്. സത്യവിശ്വാസി തൻ്റെ സ്രഷ്ടാവിനോട് കൃതജ്ഞതയുള്ളവനായിരിക്കുന്നത് അവൻ സംതൃപ്തനാണ് എന്നതിൻ്റെ സൂചനയാണ്. അവൻ്റെ മനസ്സ് വിശുദ്ധമാണ് എന്നതിനെയും അവൻ്റെ ഹൃദയം ജീവനോടെ ഇരിക്കുന്നു എന്നതിൻ്റെയും ദർശനമാണ്. മാത്രമല്ല, ശരീരത്തിലും സമ്പത്തിലും ബുദ്ധിയിലും സ്വഭാവത്തിലും കുടുംബത്തിലുമെല്ലാം അള്ളാഹു ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളെ സത്യസന്ധമായി ഏറ്റുപറയലാണ്. അതുകൊണ്ടുതന്നെ കൃതജ്ഞത എന്നത് മഹത്തരമായ ഒരു ഗുണമാണ്. രക്ഷിതാവായ അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവനോടു നിങ്ങൾ നന്ദിയുള്ളവരാവുക. വീണ്ടും അള്ളാഹു പറയുന്നു: വ ഇൻ തഷ്കുറൂ യർളഹു ലക്കും, നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ അള്ളാഹു സംതൃപ്തനാവും. അത്ര പ്രധാനമാണ് നന്ദി എന്ന് പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിനോട് അങ്ങേയറ്റം കൃതജ്ഞത കാണിക്കുന്നവരായിരുന്നു, നന്ദി പ്രകടിപ്പിക്കുന്നവരായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വിശേഷിപ്പിച്ചത് കാന അബ്ദൻ ശക്കൂറ എന്നാണ്. അങ്ങേയറ്റം കൃതജ്ഞത കാണിച്ചിരുന്ന അടിമയായിരുന്നു നൂഹ് നബി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ശാക്കിറൻ ലി അൻഉമിഹി, അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദിയുള്ളവരായിരുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. വിശുദ്ധ പ്രവാചകർ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സന്ദർഭത്തിൽ ചോദിച്ചതിങ്ങനെയാണ്: അഫല അകൂനു അബ്ദൻ ശകൂറ, ഞാനൊരു കൃതജ്ഞതയുള്ള അടിമ ആവേണ്ടതില്ലേ എന്ന്. അതുകൊണ്ടുതന്നെ സുഖസന്തോഷവേളകളിലും വിഷമങ്ങളുടെ സാഹചര്യങ്ങളിലും രാപ്പകലുകളിലും അനക്കങ്ങളിലും അടക്കങ്ങളിലുമെല്ലാം വിശ്വാസികളുടെ മനസ്സിനുള്ളിൽ കൃതജ്ഞതാബോധമുണ്ടാവുക എന്നത് അതിമഹത്തരമാണ്. അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അവനോട് നന്ദി പ്രകടിപ്പിക്കുവാനുള്ള കർമ്മങ്ങളിൽ അവർ വ്യാപൃതരുമായിരിക്കും. എങ്ങനെയാണ് വിശ്വാസികൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവാതിരിക്കുക? ഓരോ നിമിഷങ്ങളിലും അവർ ജീവിക്കുന്നത് ധാരാളം അനുഗ്രഹങ്ങളിലൂടെയാണ്. അള്ളാഹു ഓർമ്മപ്പെടുത്തി: വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദഹ ലഅല്ലകും തഷ്കുറൂൻ. യാതൊന്നും അറിയാത്തവരായി നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്നു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും പിന്നീട് നിങ്ങൾ കൃതജ്ഞത കാണിക്കുന്നവരാകാനായി നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയവുമെല്ലാം തന്നതും അള്ളാഹുവാണ്. സത്യവിശ്വാസികൾ അവരുടെ ഓരോ പ്രഭാതവും ആരംഭിക്കുന്നത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുമാണ്. പ്രവാചകരുടെ മാതൃകയും അതുതന്നെയാണ്. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്: നേരം പുലരുമ്പോൾ ഏതൊരാൾ
അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക് ഫലകൽ ഹംദു വലകശ് ശുക്ർ. അഥവാ അല്ലാഹുവേ, എനിക്കു ലഭിച്ചിരിക്കുന്ന ഏതൊരനുഗ്രഹമായിരുന്നാലും, അതല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ഏതൊരാൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹമായാലും, അവയെല്ലാം ഏകനായ നിന്നിൽ നിന്നു മാത്രമാണ്. അതുകൊണ്ടുതന്നെ എല്ലാ സ്തുതികളും കൃതജ്ഞതയും നിനക്കു മാത്രമാണ് എന്ന് ഏതൊരാൾ പറയുന്നുവോ, ഫഖദ് അദ്ദാ ശുക്ര ദാലികൽ യൗം, ആ ദിവസം അവൻ ചെയ്യേണ്ടുന്ന കൃതജ്ഞതകളെല്ലാം ഈ ഒരു പ്രാർത്ഥന കൊണ്ടു മാത്രം പൂർത്തിയാവുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസി ദിവസം മുഴുവൻ ഇങ്ങനെയാണ്. രക്ഷിതാവു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ അവൻ ഓർത്തുകൊണ്ടിരിക്കും. എങ്ങനെയാണ് അവൻ ഓർക്കാതിരിക്കുക? എങ്ങോട്ടു തിരിഞ്ഞാലും അവൻ കാണുന്നത് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളാണ്. ഏതു ദിശയിലേക്കു മുഖം തിരിച്ചാലും അവൻ കാണുന്നത് രക്ഷിതാവിൻ്റെ ഔദാര്യങ്ങളാണ്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി നോക്കുന്നുവെങ്കിൽ അത് തിട്ടപ്പെടുത്തുവാൻ നിങ്ങൾക്കു സാധ്യമല്ല. അത്തരം സാഹചര്യത്തിൽ സത്യവിശ്വാസിയുടെ ഹൃദയം അല്ലാഹുവല്ലാതെ അനുഗ്രഹം നൽകുന്ന മറ്റൊരാളില്ലെന്നും എല്ലാം ഓശാരമായി നൽകുന്നത് അല്ലാഹു മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കും. അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അവയെല്ലാം അല്ലാഹുവിൽ നിന്നു മാത്രമാണ്. ഫല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിന്നെ അനുസ്മരിക്കുവാനും നിന്നോട് കൃതജ്ഞത കാണിക്കുവാനും നിന്നെ നന്നായി ആരാധിക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ രാജ്യത്തെ ഇപ്പോൾ മഴയെന്ന അനുഗ്രഹം കൊണ്ട് ആദരിച്ചിരിക്കുകയാണ്. മഴയിലൂടെയാണ് അല്ലാഹു മണ്ണിന് ജീവൻ നൽകുന്നത്, അടിമകൾക്ക് ജലം നൽകുന്നത്, അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നതും മഴ തന്നെയാണ്. ലോകത്തെ ജീവജാലങ്ങളെല്ലാം മഴയിൽ സന്തോഷിക്കുകയാണ്. മഴയിലൂടെയാണ് ചെടികൾ കിളിർക്കുന്നതും മരങ്ങൾ ഫലസമ്പന്നമാവുന്നതും. അതുകൊണ്ടുതന്നെ മഴയെന്ന ഈ വലിയ അനുഗ്രഹത്തിന് നാം കാണിക്കേണ്ടുന്ന കടപ്പാടാണ് നാം അല്ലാഹുവിന് നന്ദിയുള്ളവരാവുക എന്നതും അവനെ സ്തുതിക്കുകയും ഒരു കാരണവശാലും അസ്വസ്ഥതയോ ദേഷ്യമോ പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നത്. അതുപോലെ മഴ വർഷിക്കുമ്പോൾ ആ മഴയുടെ നന്മകൾ അല്ലാഹുവിനോട് ചോദിക്കുകയും അതുവഴി വരാനുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാവൽ ചോദിക്കുകയും ചെയ്യുക. ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്ന അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബ ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار എന്നു തുടങ്ങിയ ആയത്തുകളെ കുറിച്ച് നാം ചിന്തിക്കുകയും ചെയ്യണം. ആയത്തിന്റെ ഉദ്ദേശ്യം ഇങ്ങനെയാണ്: അല്ലാഹു മേഘത്തെ തെളിച്ചുകൊണ്ടുവരികയും എന്നിട്ടവ കൂട്ടിച്ചേർക്കുകയും കൂമ്പാരമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനിടയിലൂടെ മഴ ബഹിർഗമിക്കുന്നതു കാണാം. ആകാശത്തെ മേഘപർവ്വതങ്ങളിൽ നിന്ന് അവൻ ആലിപ്പഴം വർഷിക്കുകയും താൻ ഉദ്ദേശിക്കുന്ന ചിലർക്കത് വീഴ്ത്തുകയും മറ്റു ചിലരിൽ നിന്നത് തിരിച്ചുവിടുകയും ചെയ്യുന്നു. അതിന്റെ മിന്നൽ പ്രഭ കാഴ്ചകളെ ഇല്ലാതാക്കാൻ പോന്നതാണ്. മഴയെന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നതിന്റെ ഭാഗം തന്നെയാണ് ആ മഴ കാരണം വന്നു ഭവിച്ചേക്കാവുന്ന വിപത്തുകളിൽ നിന്ന് നമുക്ക് ശമനവും സംരക്ഷണവും നൽകുന്നവർക്ക് നാം നന്ദിയും കൃതജ്ഞതയുമുള്ളവരാവുക എന്നത്. പ്രവാചകരു പഠിപ്പിച്ചത് മല്ലാ യഷ്കുറുന്നാസ ലാ യഷ്കുറുല്ലാഹ് എന്നാണ്. അഥവാ ജനങ്ങളോട് നന്ദി കാണിക്കാത്തവന് അള്ളാഹുവിനോടും നന്ദി കാണിക്കാനാവില്ല എന്ന്. അതുകൊണ്ട് നാം ഈ സമയത്ത് ഈ മഹത്തായ രാജ്യത്തിന്റെ ആദരണീയ നേതൃത്വത്തോട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കഠിനമായ ജോലികൾക്ക് അങ്ങേയറ്റത്തെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ദുരന്ത നിവാരണ രംഗത്തും
ജീവൻ രക്ഷാ മേഖലകളിലും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിവിധ സ്ഥാപനങ്ങളെയും സന്നദ്ധ സേവകരെയും നാം പ്രാർത്ഥനാപൂർവം കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. അവരുടെ കഠിനാധ്വാനങ്ങളാണ് നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നത്, നമ്മുടെ വഴികൾ വീണ്ടും തുറന്നു തന്നത്, പ്രവർത്തനരഹിതമായ സംവിധാനങ്ങളെയും സേവനങ്ങളെയും വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയത്. അതുകൊണ്ടുതന്നെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് ഇതു സംബന്ധമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പൂർണ്ണമായി പാലിക്കുകയും അതിനു വിധേയപ്പെടുകയും ചെയ്യുക എന്നതും അവർക്കു സഹായികളായി തീരുക എന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്ന എല്ലാവർക്കും അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം നൽകണമേ എന്നും അവരുടെ സൽപ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണമേ എന്നും ഈ സമയത്ത് നാം പ്രാർത്ഥിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.